ഹായ്, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് വീഡിയോ ആണ്, ഡ്രോയിങ് ചലഞ്ച് വീഡിയോ. അപ്പം നമ്മൾ രണ്ടുപേരും ഇന്ന് ഡ്രോയിങ് വരയ്ക്കും. ഇതിലെ വിന്നറെ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. വിന്നറിന് 5000 റുപ്പീസ് ആണ് ഗിഫ്റ്റ്. ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് 5000, മോള് ജയിക്കുകയാണെങ്കിൽ മോൾക്ക് 5000. സോ വിന്നറെ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ. അതിനകത്ത് വിന്നറെ ഡിസൈഡ് ചെയ്യുന്നത് ചിത്രം എങ്ങനെയുണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനിട്ട എഫേർട്ട്, അതിൽ കളർ മിക്സ്, അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നിങ്ങൾ നോക്കണം. ഞാൻ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഏറ്റവും കൂടുതൽ എഫേർട്ട്, കളർ മിക്സ്, എടുത്ത തീം, എടുത്ത ചിത്രത്തിനുള്ള ആ ഒരു പാട്, ഭംഗി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം. അതിൽ ആരാണോ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് അവർക്കായിരിക്കും ആ പ്രൈസ്. അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൊണ്ട് ഡിസൈഡ് ചെയ്യണം, ലൈക്കും കൊണ്ടും ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ അവിടെ പോയിട്ട് ആ ഒരു ഭിത്തിയിൽ കാര്യങ്ങളൊക്കെ ബാക്കി വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾ വിന്നർ ആരാന്ന് പറയണം കേട്ടോ. നമ്മൾ ഗ്രിഡൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് ഗ്രിഡൊക്കെ ഇട്ട് വരയ്ക്കണം. സോ മുഴുവൻ വീഡിയോ കാണുക, എന്നിട്ട് ആരാ ജയിച്ചെന്ന് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാം. എന്ത് ഇങ്ങോട്ട് പോട്ടെ. സോ അപ്പോൾ മോള് വരച്ചു തുടങ്ങിയിട്ടുണ്ട്. മോളെ, എനിക്ക് എവിടെ നിന്ന് ഈ ചിത്രം വരയ്ക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തുടങ്ങിയേ? ചിത്രം വരയാനാണ് പണ്ടായിട്ട് ചെറുപ്പത്തിൽ നല്ലോണം ചിത്രം വരയ്ക്കാണ്. ഏതേട്ടൻ? എന്റെ സ്വന്തം ഏട്ടൻ. നേരത്തെ വീഡിയോ കണ്ടേ? നേരത്തെ വീഡിയോ കണ്ടില്ലേ? മൈക്ക് ഇല്ലാണ്ട് കേട്ടോ, കൊറേ നോയ്സ് ഒക്കെ വരുവേ. ഈ ചേട്ടൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതാണ് എനിക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം. തീർക്കുമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി സിംഹത്തിനെയാണ് വരയ്ക്കുന്നതെന്ന് തോന്നുന്നു. സിംഹത്തിനെ ഇങ്ങോട്ട് നോക്കിയോളെ. സിംഗണ്ട ഗൈസ്, ഒറ്റ നിപ്പിന് ഇപ്പം ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായി കേട്ടോ. ആ ഒരു ബേസ് വരച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ നിപ്പിന് നമുക്ക് ഇത്ര സമയമൊന്നും വേണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് എന്തിനു സമയം? നമുക്കിത് നമ്മൾ എടുക്കുന്നു, ചിത്രം അതിനകത്ത് ഇടുന്നു, വരയ്ക്കുന്നു. പ്രോ ഹാർഡ് വർക്ക് നെവർ പേസ് ഓഫ് എന്നാണല്ലോ പറയുന്നത്. എന്തായാലും വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ബേസ് ലെയർ വരച്ചു കഴിഞ്ഞിരിക്കുന്ന അനഘരാജ്. എന്താണ് ഇത്രയും നേരം നിന്ന് വരച്ചതിൻ്റെ ആ ഒരു ഇത്? ഓ, കൈ വേനിക്കുന്നുണ്ടോ? ഓ പാവം ഗേസ്, കൈ വേനിക്കുന്നുണ്ട്. ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കും. ആദ്യം കറുപ്പ് കളർ എടുത്തു. കറുപ്പ് കളറാണോ അടിക്കുന്നത്? തല ചൊറിയുന്നുണ്ട് ഗേസ്. ഓക്കെ ഓക്കെ, കറുപ്പ് കളർ അടിക്കാൻ പോവാണേ. ഇപ്പം ഈ ചിത്രം കാണാൻ നിങ്ങൾക്കൊരു ഭംഗി വന്നില്ലേ? സോ കറുപ്പെടുത്ത് കറുപ്പ് ബോർഡർ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന അനഘരാജ് ഗൈസ്. ഇതൊന്നും കണ്ട് നിങ്ങൾ തളരണ്ട ഗൈസ്. ഇനി ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഇതോടെ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഗ്രിഡൊക്കെ ഇട്ട് വെക്കട്ടെ. എൻ്റെ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല, അപ്പോൾ ഞാൻ തന്നെ എടുക്കണമല്ലോ. ഓക്കെ, ഞാൻ ഗ്രിഡ് ഇടട്ടെ. 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്, അതും ഏണിയുടെ മുകളിൽ. 2 മണിക്കൂർ, 2 അല്ല 2.5 മണിക്കൂറായി. സോ 5 മണിയായി. സോ ഞങ്ങൾ എന്തുകൊണ്ട് വലിയ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടായേക്കാം. ഇതൊക്കെയാണ് ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോസ്. ചില സമയത്ത് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോസ് ആരും കാണാറുമില്ല, അത് വേറൊരു സത്യം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. സോ ഇതുവരെ ചിത്രം എങ്ങനെ ഉണ്ടെന്നുള്ളത് ടൈം സ്റ്റാമ്പിൽ നിങ്ങൾ പറയുക. പെയിൻ്റ് അടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആദ്യം ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. മിക്സഡ് കളർ ഓഫ് ടൈഗറാന്ന് തോന്നുന്നു. അല്ല, സിംഗല്ലേ? സിംഗല്ലത് സിംഗാന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. അതിൻ്റെ താഴെ ബർഗർ, പിസ്സ, പിന്നെ അനകി. സോ മോള് വരച്ച ചിത്രം ഇതാണ്. ഇവിടെ ഞാൻ എന്തെങ്കിലും വരച്ചു കൂട്ടണം, എന്നിട്ട് ഈ ചിത്രത്തിൻ്റെ ഭംഗി കൂടി ഇവിടെ കളയണം. ഓക്കെ. സോ പിന്നെ എൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, ട്രൈപോഡും ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് ഹൈറ്റിലായിരുന്നു. അങ്ങനെ ഞാനും ഗ്രിഡൊക്കെ ഇട്ടു. പക്ഷേ ഞാൻ കഥകളീൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു വരയ്ക്കാൻ ആദ്യം ഉദ്ദേശിച്ചത്. സമയമില്ലായിരുന്നു. ഞങ്ങൾക്ക് 7:20 ഞങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. സോ അതിനുള്ളിൽ വരയ്ക്കേണ്ടതുകൊണ്ട് ഞാൻ നേരെ ഒരു പൂമ്പാറ്റയിൽ പിടിച്ചു. പിന്നെ ചടപടാന്നാണ്. ലേറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും രസം ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം കളറൊക്കെ മിക്സാക്കി വേഗം അടി തുടങ്ങി. സോ സമയമാണ് ഞങ്ങളുടെ വീഡിയോൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വേഗം തീർത്ത് ഒരു 7:20 ആകുമ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പരുവത്തിലേക്കാണ്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണമല്ലോ.
സോ ഇത് രണ്ടുമാണ് ഞങ്ങൾ വരച്ചത്. ഈ പൂമ്പാറ്റ ഞാൻ വരച്ചത്, ഈ സിംഹം മോള് വരച്ചത്. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ആൾക്കായിരിക്കും ആ ഒരു 5000 റുപ്പീസ് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണേ.